റൗണ്ട് ഓഫ് 16-ലെ നിർണായകമായ പോരാട്ടത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആഫ്രിക്കൻ വമ്പന്മാരായ ഈജിപ്താണ് അർജന്റീനയുടെ എതിരാളികൾ. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 9:30 അർജന്റീന ഈജിപ്ത് പോരാട്ടം നടക്കുന്നത്. ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടം കൂടിയാണിത്. കഴിഞ്ഞ റൗണ്ട് ഓഫ് 32-ൽ കേപ്പ് വെർദയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന റൗണ്ട് ഓഫ് 16-ലേക്ക് യോഗ്യത നേടിയതെങ്കിൽ വമ്പന്മാരായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈജിപ്ത് അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിന് യോഗ്യത നേടിയത്. വീറും വാശി നിറഞ്ഞ പോരാട്ടത്തിൽ ആര് വിജയിക്കും? കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 1-1 എന്ന സ്കോറിന് മത്സരം സമനില കലാശിക്കുകയും ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചുകൊണ്ടാണ് ഈജിപ്ത് റൗണ്ട് ഓഫ് 16-ലെത്തിയത്. അതേസമയം കേപ്പ് വെർദയോട് വിയർത്തു ജയിച്ചുകൊണ്ടാണ് ലോക ചാമ്പ്യന്മാർ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അന്നത്തെ മത്സരത്തിലുള്ള വലിയ പിഴവുകൾ തിരുത്തിക്കൊണ്ട് ഒരു വമ്പൻ മാറ്റത്തോടെയാണ് പരിശീലകൻ സ്കലോണി അർജന്റീനൻ ടീമിനെ ഇറക്കുന്നത്. ഏകദേശം അർജന്റീനയുടെ 11 എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പ്രമുഖ അർജന്റീൻ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിനെതിരെ അർജന്റീന ഇറങ്ങുന്ന പ്ലേയിങ് 11 നമുക്ക് നോക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ്. അർജന്റീനയുടെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യാനോ റൊമേറോയും. അർജന്റീനയുടെ റൈറ്റ് ബാക്കിൽ നൗഹേൽ മൊളീന. ലെഫ്റ്റ് ബാക്കിൽ ഒരു മാറ്റമുണ്ട്, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയായിരിക്കും. മധ്യനിരയിലാണ് ഏറ്റവും വലിയ മാറ്റം വന്നിട്ടുള്ളത്. അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ലിയാൻഡ്രോ പരഡസ് പ്ലേയിങ് 11-ലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതായത് മധ്യനിരയിൽ തിയാഗോ അൽമേഡയ്ക്ക് പകരം ലിയാൻഡ്രോ പരഡസ് ആയിരിക്കും. എന്നിട്ട് അദ്ദേഹം ഡിഫൻസീവ് മിഡ് കൈകാര്യം ചെയ്യും. മാക്കലിസ്റ്ററിന് ഒരു അറ്റാക്കിംഗ് പൊസിഷൻ കൂടി കൈകാര്യം ചെയ്യേണ്ടി വരും. അലക്സിസ് മാക്കലിസ്റ്ററും ലിയാൻഡ്രോ പരഡസും എൻസോ ഫെർണാണ്ടസും റോദ്രിഗോ ഡിപോളുമാണ് അർജന്റീന മധ്യനിരയിൽ ഉണ്ടാവുക. മുന്നേറ്റ നിരയിലും സ്കലോണി വലിയ മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. അതായത് ലിയണൽ മെസ്സിക്കൊപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക ഹൂലിയൻ ആൽവരസ് ആയിരിക്കും. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ലൗത്തറോ മാർട്ടിനസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്നാൽ അതിനു പകരം ഹൂലിയൻ ആൽവരസിന് പ്ലേയിങ് 11-ൽ സ്ഥാനം കൊടുക്കാനാണ് സ്കലോണി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെയായിരിക്കും ഈജിപ്തിനെതിരെ അർജന്റീന കളത്തിലേക്ക് ഇറങ്ങുക. ഇന്ന് നടക്കുന്ന ഈജിപ്ത് അർജന്റീന പോരാട്ടത്തിൽ ആര് വിജയിക്കും? സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.